മഷിയും കൊണ്ടുവാ മിടുമിടുക്കി നല്ല മുല്ലപ്പൂച്ചൂടി വളക്കിലുക്കി അവൾ വെളിപ്പെണ്ണായി കുഴലൂതാനായി കാറ്റേ പോരുമോ മിന്ന മിന്നി കുഞ്ഞല്ലേ മഞ്ഞോളും മനസ്സല്ലേ താലിപ്പൂച്ചൂടാൻ മോഹമോ ചില പ്രത്യേക സാഹചര്യത്തിൽ മയിൽ ഇവിടെ വന്നു. മയിലിനെ കുറിച്ച് കാവടി എന്തോ ഒളിപ്പിക്കുന്നതായി രവിക്ക് സംശയം. സ്വന്തമായി ജോലി തേടിയിറങ്ങാൻ രവി തീരുമാനിക്കുന്നു. മതിഗിരിയും ജലജയും കുട്ടിമണിയുടെ ബന്ധുക്കളാണോ എന്ന് രാഹുലിന് സംശയം. ജലജ കുട്ടിമണിയെ ഉപദ്രവിക്കുന്നതായി സ്വപ്നം കാണുന്ന കുട്ടിമണി കണ്ടത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാനാവാതെ കുട്ടിമണി മതികലയെ തിരിച്ചറിയുന്നുവെന്നത് ഞെട്ടലോടെ അറിയുന്ന മനസ്സുജൻ. ഡോക്ടറെ, ഇപ്പോഴാ ഞാനൊന്ന് ഉഷാറായി, എന്തെങ്കിലും നടക്കുമെന്ന് മനസ്സുജനെ ജാമ്യത്തിലിറക്കാൻ ശ്രമിക്കുന്ന പിച്ചള. രാഹുലിനോട് കുട്ടിമണിക്കുള്ള സ്നേഹം മതികലയിൽ പുതിയ ചിന്തകൾ ഉണർത്തുന്നു. ശിവയെ കാണാതായതിൽ മതികലയ്ക്ക് അയ്യപ്പൻകുട്ടിയെ സംശയം. മതികലയുടെ നിർദ്ദേശപ്രകാരം വയലൂരും വീട്ടിലെത്തുന്ന ജലജ മതികലയെ തിരികെ കയറ്റരുതെന്ന് പറയുന്നു. കുട്ടിമണി കണ്ട സ്വപ്നം മുൻപ് മാണിക്യമംഗലത്ത് നടന്നതാണെന്ന് ശീലാവതി രാഹുലിനോട് പറയുന്നു. കുഞ്ഞുമണിയുടെ ചോറൂണ് ബാലൻ തിരികെ വന്നതിന് ശേഷം മതിയെന്ന് തുടർന്ന് കാണുക. എത്ര? 60 രൂപ. ആരുമില്ലേ ഇവിടെ? പിച്ചളെ കേറി വാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അത് പിന്നെ മോളെ, നീ പോയി പിച്ചളയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. കേറി ഇരിക്കും പിച്ചളെ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല, നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നടാ. ഞാൻ അവളെ മനഃപൂർവ്വം അകത്തേക്ക് പറഞ്ഞു വിട്ടതാ. അല്ല, നമ്മുടെ സംസാരം എന്തിനാ അവള് കേൾക്കുന്നത്? ഇനി പറ, മനസ്സുജനും കുട്ടിമണി ഇപ്പൊ എവിടെയുണ്ട്? എടാ, നീ വിചാരിക്കുന്നത് പോലെ അല്ല. ഈ അപ്പച്ചിയമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ അവൻ എല്ലാം ചെയ്തത്. എന്ത് ചെയ്തു? നീ വെറുതെ അഭിനയിക്കാതെ കാര്യം പറ. ആശുപത്രിയിൽ നിന്ന് എങ്ങനെയും കുട്ടിമണിയും കൊണ്ട് കടന്നു കളയുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. പറഞ്ഞത് കുഞ്ഞിനെ അവൻ സീതയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ ആ സമയത്ത്? ആശുപത്രിയിൽ നിന്ന് കുട്ടിമണിയെ കൊണ്ടുപോയി സായിപ്പിന്റെ അടുത്ത് ചികിത്സ തുടരുമെന്നാ അവൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു? പിന്നല്ലാതെ. ഇടയ്ക്ക് രവി ഇവിടെ വന്നപ്പോ അവന്റെ ഫോണിൽ നിന്ന് ഞാൻ മനസ്സിനെ വിളിച്ചു നോക്കി, കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവനും കുട്ടിമണിയും കൂടെ ആശുപത്രിയിൽ നിന്ന് കടന്നു കാണുന്നു. കേസും ബഹളമൊക്കെ ഉണ്ടാടാ. അത് പിന്നെ കാണാതിരിക്കൂ. എന്നിട്ട് അവരിപ്പോ എവിടെയുണ്ട്? സായിപ്പിന്റെ അടുത്താ. അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് മനസ്സുജമ്പായി പറയാൻ പറഞ്ഞു. നീ കേറി ഇരിക്ക്. ധൃതി പിടിച്ചിപ്പോ എങ്ങോട്ടാ പോണത്? എനിക്ക് പോയിട്ട് ഇത്തിരി പണിയുണ്ട്, വരട്ടെ. ഞാനിപ്പോ എങ്ങനെയാ നടന്നതൊക്കെ ഇവരോട് പറയുന്നു? വേണ്ട, ഞാൻ പറഞ്ഞിട്ടറിയാം.
പിച്ചള പോയോ അപ്പച്ചമ്മ? ആ പോയി. എന്തേ? അവൻ എന്തോ കുഴപ്പമുണ്ട്, പെട്ടെന്നങ്ങ് പോയി. ഡാ, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. പിച്ചളെ, ഈ വേഷത്തിൽ പിന്നെ എനിക്ക് കാണേണ്ടി വന്നല്ലോ മനസ്സുജമ്പായി. വേഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ദൈവം എഴുതുന്ന തിരക്കഥകൾക്കനുസരിച്ച് രാജാവ് യാചകനും യാചകൻ ചക്രവർത്തിയൊക്കെ ആകില്ലേ? അതുപോലെ എൻ്റെ ഇപ്പോഴത്തെ വേഷം ഇതാ, ഈ കുറ്റവാളിയായ തടവുകാരൻ്റേത്. ഇതാടിത്തിമിർക്കാനല്ലാതെ മറ്റൊന്നിന് സാധിക്കും എനിക്ക്. ബായിയുടെ ജീവിതത്തിൽ തിരക്കഥ എഴുതുന്നത് ദൈവമൊന്നുമല്ലല്ലോ. കാൽനകം മുതൽ നെറുകന്തല വരെ അഹങ്കാരം പെരുത്തിരിക്കുന്ന മതികലയല്ലേ. അവളുടെ തിരക്കഥ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് പൊളിച്ച് കൈ കൊടുക്കാൻ പോയി. തൽക്കാലം എന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല പിച്ചളെ. എൻ്റെ സ്ഥാനം ഇതിനകത്തായി പോയില്ലേ. മനസ്സ് ജമ്പായി വിഷമിക്കാതിരിക്കി. ഞാൻ പുറത്തുണ്ടല്ലോ. 14 ദിവസം പൂർത്തിയായി വീണ്ടും കോടതിയിലെത്തുമ്പോ ജാമ്യം കിട്ടിയിരിക്കും. ബായിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. ഞങ്ങളെല്ലാരും കൂടി എങ്ങനെയും ബായിയെ പുറത്തിറക്കും. എല്ലാ ശ്രമങ്ങളും മുടക്കാൻ മതികല മുന്നിലുണ്ടാവുന്ന കാര്യം മറക്കരുത്. എന്റെയോ അവളുടെയോ മരണം വരെ തുടരുന്നൊരു യുദ്ധമാണ് ഞങ്ങളുടെ ജീവിതം. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് അവളൊരു കൊലയാളിയായിട്ട് മുദ്രകുത്തപ്പെട്ടത്. ജയിലിൽ കിടന്നതിന് അവൾ എനിക്ക് തന്ന തിരിച്ചടിയാ പിച്ചളെ ഇപ്പോഴത്തെ എൻ്റെ ജയിൽവാസം. ഞാൻ പുറത്തിറങ്ങാതിരിക്കാൻ അവൾ ശ്രമിക്കും, എന്ത് വില കൊടുത്തും. ശ്രമിക്കട്ടെ, അതിനെന്താ കുഴപ്പം? നമ്മളുടെ റൂട്ട് വേറെ അല്ല മനസ്സിൽ പോയി. പിന്നെ ഞാൻ വയലോരം വീട്ടിലും പോയിരുന്നു. കുട്ടിമണി പെങ്ങളെ കാണാനില്ലെന്നും ബായി റിമാൻഡിലാണെന്നും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ പറയാൻ പറ്റിയില്ല. കുട്ടിമണി പെങ്ങളെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കഥ മാറി. കുട്ടിമണി പെങ്ങളെ മനസ്സിജം ബായി ആശുപത്രിയിൽ നിന്ന് കിടത്തിയെന്ന അപ്പച്ചമ്മയുടെ വിചാരം. അങ്ങനെ ബായി പറഞ്ഞിരുന്നില്ല. ആ അതെ, എൻ്റെ കുഞ്ഞിനെ സീതയെടുത്ത് ഈ കൊടുത്തു കഴിഞ്ഞ് എൻ്റെ ലക്ഷ്യം അതായിരുന്നു. എങ്ങനെയും എൻ്റെ കുട്ടുവിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കി ലസർ സാഹിബിൻ്റെ അടുത്തെത്തിക്കുക. അതിനുവേണ്ടിയ പിച്ചളെ ബില്ലടയ്ക്കാൻ കാശിനായി ശ്രമിച്ചതും ആശുപത്രിയിൽ വയലൻ്റായി പെരുമാറിയതൊക്കെ. എന്തായാലും എൻ്റെ അവസ്ഥ പിച്ചള അവരോട് പറയാതിരുന്നത് നന്നായി. അവര് കുട്ടു എൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വയലോരത്തുണ്ട്. അവര് കൈപിടിച്ചേൽപ്പിച്ച അവരുടെ രാജകുമാരി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യം തൽക്കാലം അവരറിയണ്ട. അപ്പച്ചമ്മയും രവിയേട്ടനും ഒന്നും. പക്ഷെ എന്നായാലും പറഞ്ഞല്ലേ പറ്റൂ. വേണ്ട ഭായി, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. മതികലെ കൊന്നിട്ടായാലും ഞാൻ എൻ്റെ കുട്ടുവിനെ രക്ഷിക്കും. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ അവളെ ഒളിപ്പിച്ചു വെച്ചാലും ഞാനും കൂട്ടിനുണ്ട് ബായി. സമയം കഴിഞ്ഞു. എന്നാ പിന്നെ കാണാബായി. ശരി പിച്ചളെ. എന്താ മാഡം വരണമെന്ന് പറഞ്ഞത്? കുട്ടിമണിയുടെ സോറി ഗംഗയുടെ ഭർത്താവ് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ല, ആ സ്ത്രീ എവിടെ? ഗംഗയുടെ അമ്മായിയമ്മ. അവർക്കിന്ന് വൈകുന്നേരം ഒരു നാടകമുണ്ട്. കുറച്ച് ദൂരെയാ കളി, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് വിളിച്ചു പറഞ്ഞു. ഇതാ നടീനടന്മാരെ വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഡേറ്റ് ക്ലാഷ് ആയില്ലേ? സോറി മാഡം, പെർഫോമൻസ് ലെവൽ കൂടി നോക്കിയിട്ടാ അവരെ സെലക്ട് ചെയ്തത്. എന്നിട്ട് എന്ത് പെർഫോമൻസാ നിങ്ങൾ രണ്ടുപേരും കൂടെ നടത്തിയത്? ഡയലോഗും ഭാവാഭിനയൊക്കെ എന്റെ വകയായിരുന്നു. നിങ്ങൾ വെറും കാഴ്ചക്കാരായിട്ട് നിന്നു. അല്ല മാഡം, എന്റെ മാജിക്. ഓ മാജിക്, തേങ്ങാ കൊല. എടോ, തന്റെ ആ മാജിക് കാരണോ ഹോസ്പിറ്റലുകാർക്ക് നമ്മളെ കുറിച്ച് സംശയം തോന്നിയത്? ഒരു ഭർത്താവ് ഭാര്യയെ കയ്യിലെടുക്കേണ്ടത് മാജിക് കൊണ്ടൊന്നും അല്ല. ഞാൻ സെന്റിമെന്റ്സും വർക്കൗട്ട് ചെയ്തിരുന്നു മാഡം. ഓഹോ, എടോ, അതൊന്നും തീരെ ശരിയായില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആ എന്നാലും തനിക്ക് ഇന്നും കൂടി ഞാനൊരു അവസരം തരാം. തന്റെ കഴിവ് തെളിയിക്ക്. ശരി മാഡം, ഇന്ന് എവിടെ കളി?
കളിയും കുളിയൊന്നുമില്ല. സീൻ നടക്കുന്നത് ഈ വീട്ടിൽ തന്നെയാ. സീനു, എന്താ മോളെ നിന്റെ ഉദ്ദേശം? കുറച്ചു കഴിയുമ്പോ കുട്ടിമണിക്ക് ആഹാരം കഴിക്കാനുള്ള സമയമാവും. ശീലാവതി ആഹാരം എടുത്ത് രാഹുലന്റെ കയ്യിൽ കൊടുക്കും. രാഹുലൻ ഊട്ടും. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാഹുലൻ അവളെ ഊട്ടുമ്പോഴാ കുട്ടിമണിയുടെ ഭർത്താവ്, അതായത് അരവിന്ദൻ എന്ന കുട്ടേട്ടൻ കടന്നു വരുന്നത്. ഭാര്യയെ ഒരു അന്യപുരുഷൻ വാരിക്കൊടുത്ത് ആഹാരം കഴിപ്പിക്കുന്ന സീനിൽ താനെങ്ങനെ അഭിനയിക്കും? ഞാൻ പൊട്ടിക്കരയാം മാഡം. നീ എന്തിനും ചെയ്തു ചോദിച്ചുകൊണ്ട് മാക്സിമം സെന്റിമെന്റ്സ് ഞാൻ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം മാഡം. 2 പ്രാവശ്യം ഭിത്തിയിൽ തലയിടിക്കാം മാഡം. നിർത്ത് നിർത്ത്, ഇതാ ഞാൻ പറഞ്ഞത്. തനിക്കൊന്നും ഒരു ചുക്കും അറിയത്തില്ലെന്ന്. എടോ, ഭാര്യ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ട നട്ടലുള്ളൊരു ഭർത്താവ് നേരെ ആ ചെറുപ്പക്കാരനിട്ടൊരു പൊട്ടീരി വെച്ചു കൊടുക്കും. അല്ല, ആക്ഷൻ സീന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ. വലിയ ഫൈറ്റ് ഒന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവന്റെ കരണക്കുറ്റിക്കിട്ട ഒരു ഒറ്റ അടി. അവന്റെ ആരോഗ്യം വെച്ച് അവൻ പ്രതികരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് പ്രശ്നം അവിടെ തീരും. ഓക്കെ, ശരി, അത് ഞാൻ ഏറ്റു. അല്ല മാഡം, ഡ്രസ് ചേഞ്ച് ഉണ്ടാവും? ഡ്രസ് ചേഞ്ചോ? അല്ല മാഡം, എന്നോട് ഡ്രസ്സ് കൂടി കൈ കരുതാൻ പറഞ്ഞല്ലോ. ഓ അതോ? എടോ, താൻ അവളുടെ ഭർത്താവാണെന്നല്ലേ രാഹുലന്റെ വിചാരം. അപ്പോ അതിനൊരു വിശ്വാസം വരണമെങ്കിൽ താൻ ഇന്നത്തെ രാത്രി ഇവിടെ കഴിയണം. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇന്ന് രാത്രി ഞാൻ ഗംഗയോടെ കഴിയണമെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ കഴിയണ്ട, തനിക്ക് ഞാൻ വേറെ റൂം അറേഞ്ച് ചെയ്തു തരാം. അത് എങ്കി പിന്നെ സീനങ്ങ് നടത്തരുതോ? കുട്ടിമണിക്ക് ആഹാരവുമായി ശീലാവതി വരട്ടെ. അതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞെടുപ്പിക്കാം. ശീലാവതി, ഇവിടെ വാ. മാഡം, എന്നെ വിളിച്ചായിരുന്നു. നീ പോയി കുട്ടിമണിക്ക് കഴിക്കാൻ എടുക്ക. അയ്യോ, സമയമായില്ല മാഡം. അത് നീയാണോ തീരുമാനിക്കുന്നത്? പോയി എടുത്തോണ്ട് വാടി. ഞാൻ കൊണ്ടുവരാം, പക്ഷെ ഈ നേരത്തെ അവള് കഴിക്കില്ല. മാഡം എഴുതി വെച്ചോ. ധിക്കാരം പറയാതെ കേറി പോടി. സീനിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പിടികിട്ടി. പക്ഷേ ഇതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പോരെ? മതി. ഭക്ഷണവുമായി ഞാൻ ആദ്യം മുകളിലേക്ക് പോകും. അവനത് കൊടുക്കാൻ തുടങ്ങുമ്പോ എന്റെ മൊബൈലിൽ നിന്ന് അമ്മയ്ക്ക് ഞാനൊരു മിസ് കോൾ ഇടും. അത് കേൾക്കുമ്പോ താനം കേറി വരണം. ശരി മാഡം. ഇതാ ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അയ്യോ വേണ്ട, ഇന്നത്തെ ദിവസം ശീലാവതിക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. മനസ്സിലായല്ലോ? അല്ല, ഈ കഴിച്ച പ്ലേറ്റ് എടുക്കാൻ അങ്ങോട്ട് പോടേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോകത്ത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ബോറടിക്കുന്നു. രാഹുലനോ? കുട്ടിമണി ഉള്ളതുകൊണ്ടേ എനിക്ക് ബോറടിയൊന്നുമില്ല. അപ്പൊ എന്നെ ഇഷ്ടല്ലേ? പിന്നെ കുട്ടിമണി ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കാ പറ്റുക? ഇനി കുട്ടിമണിയെ പിരിയേണ്ടി വരുമെന്ന് എന്റെ പേടി. ഇവിടുന്ന് പോവേണ്ടി വന്നാ എനിക്ക് വലിയ സങ്കടമാവും. അയ്യോ, എന്തിനാ പോന്നെ? രാവിലെ ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി. അല്ല പിന്നെ ദേ, കുട്ടിമണിക്കുള്ള ഭക്ഷണം റെഡി. എനിക്കങ്ങ് വേണ്ട, വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഈ രാഹുലം വാരത്തെന്നാ കഴിക്കില്ലേ? കുട്ടിമണിക്ക് വിശക്കുന്നുണ്ടാവില്ല മാഡം, സമയമായില്ലല്ലോ. രാഹുലനൊന്ന് കൊടുക്ക്. എനിക്ക് കുട്ടിമണി ആഹാരം കഴിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനാ. ഫോട്ടോയോ? ഫോട്ടോ എടുക്കാനാ കുട്ടിമണി? എന്റെ ഫോട്ടോയാ? ആ അതെ, പക്ഷേ ആഹാരം കഴിക്കുന്ന ഫോട്ടോയാ വേണ്ടത്. എന്നാ കഴിക്കാം. കൊടുക്ക്. നന്നായിട്ട് കഴിക്കൂ കേട്ടോ. കറിയൊക്കെ എടുത്ത്. കഴിക്ക് കഴിക്ക്, നന്നായിട്ട് കഴിക്ക്. പഴമൊക്കെ ചെല്ലേ.
എന്തോ കറക്ക കമ്പനിയുമായി ഇറങ്ങിയതാണല്ലോ. അല്ലേ പോണ്ട, ആ കൊച്ചു രാക്ഷസി തീരെ ശരിയല്ല. അയ്യോ, പൂതന ചിരിച്ചോണ്ടിരിക്കുന്നു. തല്ലി കൊല്ലണ ഇവളൊക്കെ. അല്ല, മാഡം ഇതുവരെയും ഫോട്ടോ എടുത്തില്ലല്ലോ. കുറച്ചുകൂടെ കഴിച്ചിട്ട് എടുക്കാന്ന് കരുതി. ഇനി കഴിച്ചാലേ എന്റെ വയറങ്ങ് പൊട്ടിപ്പോ. ദേ ഇത് കൂടെ കഴിക്കാം. മാറി വയറ് പൊട്ടുന്നേ. ആണോ? എങ്ങേ നീ എന്നെ വഞ്ചിച്ചു അല്ലടി? എന്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ നോക്കിയ വഞ്ചക വിടില്ല ഞാൻ. സാർ എന്തൊക്കെയാ പറയുന്നത്? എണീറ്റ് വാണം. എന്റെ ഗംഗ എന്നെ തല്ലി. ചൊണ നോക്കണ്ട, ഇറങ്ങി പോരെ. വലിയൊരു നാട്. കുട്ടിമണി ഞാൻ പറയുന്നേക്ക്. മതി മതി, പോട്ടെ പോട്ടെ, അവര് പോട്ടെ. ഇരിക്കെ കുട്ടിമണി, ഇരിക്കെ. കുട്ടിമണി അവിടെ ഇരിക്കെ, ഞാൻ പറയുന്നേക്ക്. കുട്ടിമണി വേണ്ട വേണ്ട വേണ്ട, കുട്ടിമണി പറയുന്നേക്ക്. എനിക്ക് വേദനിച്ചില്ല. ഇല്ല ഇല്ല, വേദനിച്ചില്ല വേദനിച്ചില്ല. എന്ത് പെർഫോമൻസ് ആണോ താൻ കാണിച്ചത്? ഇത്തിരി കൂട്ടിയിടണമെന്ന് മാഡം തന്നെയല്ലേ പറഞ്ഞത്? നന്നായില്ലേ? കൂട്ടിയിട്ടു. എടോ, എല്ലാത്തിലും ഒരു നാച്ചുറാലിറ്റി വേണം. താൻ ഇപ്പൊ കാണിച്ചത് നാടകത്തിലല്ല, ബാലയിൽ അഭിനയം. ബാലയില് എനിക്ക് അടി കൊള്ളേണ്ടി വരുന്ന കാര്യം മാഡം പറഞ്ഞായിരുന്നു. ചിലപ്പം അങ്ങനെയൊക്കെ പറ്റിയെന്ന് വരും. കുറച്ച് കഴിഞ്ഞ് താനൊരു കാര്യം ചെയ്യും. അവളുടെ അടുത്ത് ചെന്ന് ചില മാജിക്കുകളൊക്കെ കാണിക്കും. എങ്ങനെ അവളെ കയ്യിലെടുക്കാൻ പറ്റുമെന്ന് നോക്ക്. ശരി മാഡം. നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുലനോട് കുട്ടിമണിക്കുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിച്ചതാ ഞാൻ. ഭർത്താവാണെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് മാജിക്കുകൾ കാട്ടി അവളെ കയ്യിലെടുത്ത ആളെ രാഹുലന് വേണ്ടി അവള് തല്ലി. അപ്പൊ നാളെ ഞാൻ മനസ്സജനെ ഇവിടെ കൊണ്ടുവന്നാലോ? മനസ്സജൻ വന്നത് രാഹുലനെ അപകടപ്പെടുത്താനാണെന്ന് അവളെ ധരിപ്പിച്ചാലോ? അവള് തല്ലും അല്ലേ? മനസ്സ് ജനിട്ട് വേല വെക്കാനായി നീ നടത്തിയ റിഹേഴ്സൽ ആണോ ഇത്? അതെ. അമ്മ നോക്കിക്കോ, ഇതുപോലെ കുട്ടിമണിയുടെ കയ്യിൽ നിന്ന് മനസ്സജനും അടി മേടിക്കും. അതവന് കുട്ടിമണി നൽകുന്ന ആദ്യ ശിക്ഷയായിരിക്കും. സമ്മതിച്ചു. ആവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ അരവിന്ദനെ പറഞ്ഞു വിട്ടൂടെ? എന്തിനാ പിന്നെ നിർത്തിയിരിക്കുന്നത്? മാജിക് കാട്ടി കയ്യിലെടുക്കാൻ പറഞ്ഞത്? അതിനും എനിക്ക് എന്റേതായ ഒരു കാരണമുണ്ട്. കുട്ടിമണി ഒരു തല്ലിയാലൊന്നും മനസ്സജൻ പോവില്ല. വീണ്ടും വീണ്ടും അവളെ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പോഴൊക്കെ അവൾ എന്ത് നിലപാടെടുക്കുമെന്ന് അറിയണ്ടേ? അങ്ങനെ അരവിന്ദ് മാജിക് കാട്ടി അവളെ കയ്യിലെടുക്കാൻ ശ്രമിക്കട്ടെ. ആ മാജിക്കിൽ വീഴാത്ത കുട്ടിമണി ഒരിക്കലും മനസ്സജന്റെ കണ്ണീർ മാജിക്കിൽ വീഴാൻ പോകുന്നില്ല. മോളെ സീതേ, ഒരു സന്തോഷ വർത്താനുണ്ട് കേട്ടോ. അപ്പച്ചിയപ്പൻ ഇപ്പൊ ആശുപത്രി പോയിട്ട് വന്നപ്പോ പറഞ്ഞതാ. സന്തോഷ വർത്താനോ? മോളെ, നമ്മുടെ ബാലനെ മുറിയിലോട്ട് മാറ്റി വന്ന് അവന് നല്ല വ്യത്യാസം ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന്. അങ്ങനെയാണെങ്കിൽ അവനെ അധികം താമസിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പറ്റും. നമ്മുടെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലം. പിന്നെ നമ്മുടെ മോളുടെ ഭാഗ്യവും. അതെ, അവൾക്ക് ചോറ് കൊടുക്കാൻ സമയം അപ്പച്ചിയമ്മ പറഞ്ഞില്ലേ? ബാലേട്ടൻ വന്നിട്ട് മതിയെന്ന് ഞാനും പറഞ്ഞു. ഇപ്പതേ രണ്ടും ഒത്തു വന്നില്ലേ? ചടങ്ങ് സമയത്ത് തന്നെ നടക്കും. നല്ല നേരത്താ നമ്മുടെ മോട് ഉപ്പ് ചോദിച്ചത്. എന്തായാലും നമുക്ക് ഇത്തിരി നല്ല ഭക്ഷണം ഉണ്ടാക്കാം. ആശുപത്രിക്കാർ കൊടുക്കുന്ന കഞ്ഞി കുടിച്ച് മടുത്ത് കാണും ബാലൻ. അവന് ഇഷ്ടമുള്ളതൊക്കെ വച്ചു കൊടുത്തയക്കണം. സാമ്പാറും അവിയലും ഒക്കെയാ ബാലേട്ടന് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഒരുപാട് പച്ചക്കറിയൊക്കെ വേണ്ട. അയ്യോ, നീ നോക്കിക്കോ.
പച്ചക്കറികളൊക്കെ ഉടനെ വരും. എവിടുന്ന്? എന്റെ മോളെ, രവി എവിടെന്നോ കുറച്ച് കാശ് സംഘടിപ്പിച്ച് അപ്പച്ചിയപ്പന്റെ കൊടുത്തു വിട്ടിരുന്നു. അങ്ങേര് എന്തൊരു മണ്ടനാണ് നോക്കണേ. ഒരു സാധനവും വാങ്ങിക്കാതെ കയ്യും വീശിയ അങ്ങേര് ഇങ്ങോട്ട് പോന്നത്. വന്ന ഉടനെ തന്നെ ഞാൻ കടയിലേക്ക് പറപ്പിച്ചു. പാവം അപ്പച്ചേപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടമാ. ഓടട്ടെ, ഇത്രയും കാലം കാവ്യം ഉടുത്ത് ഊര് മുഴുവനും ചുറ്റി ഓടിയതല്ലേ, ഇനി കുടുംബത്തിന് വേണ്ടി കുറച്ച് ഓടട്ടെ. പിന്നെ അപ്പച്ചമ്മേ, ബാലേട്ടനെ മുറിയിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് ഇന്ന് രാത്രി ഞാൻ അവിടെ പോയി നിന്നാലോ? അല്ല, രവിക്ക് ഒരു റെസ്റ്റും ആവുമല്ലോ. പിന്നെന്താ, അങ്ങനെയാണെങ്കിൽ ചോറും കറിയായിട്ട് പോയാ മതി. മോളെ കൊണ്ടുപോവല്ലേ? കുഞ്ഞിനെ കൊണ്ടുപോകണ്ട മോളെ, ഞാൻ നോക്കിക്കൊള്ളാം. അപ്പച്ചമ്മ എന്തേ പറയുന്നേ? ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് പാല് കൊടുക്കണ്ടേ? അത് കുപ്പിപ്പാൽ കൊടുത്ത് ഞാൻ ആ പ്രശ്നം പരിഹരിച്ചോളാം. അത് ശരിയാവില്ല. കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇനി അവൾക്ക് കുപ്പിപ്പാൽ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ മോളെ. കുഞ്ഞ് നമ്മുടെ ഒപ്പമാണെന്ന് ഇപ്പം ബാലൻ അറിയണ്ട. അതെന്താ? അത് അവൻ കുട്ടിമണിക്ക് മോളെ വിട്ടുകൊടുത്തതല്ലേ. മനസ്സജൻ തിരിച്ചു കൊണ്ട് തന്നെന്നറിഞ്ഞാൽ അവന് വിഷമാവില്ലേ? പിന്നെ ബാലന് സംശയമാവും എന്തിനാ അവൻ അങ്ങനെ ചെയ്തതെന്ന്. കുട്ടിമണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ട കാര്യം വരെ നമുക്ക് അവനോട് പറയേണ്ടി വരും മോളെ. ഈ അവസ്ഥയിൽ കിടക്കുമ്പം അവനത് സഹിക്കാൻ പറ്റുമോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. വൈദ്യം പഠിച്ച പെണ്ണല്ലേ നീ. കുട്ടിമണിയുടെ കാര്യമൊന്നും പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിഞ്ഞപ്പോ സിജൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് തന്നതാന്ന് പറഞ്ഞ ബാലേട്ടൻ വിശ്വസിച്ചോളും. ഒക്കെ നമുക്ക് വഴിയേ പറയാം മോളെ. നീ ഇപ്പൊ പഴയ സീതയല്ലെന്നും ഒരു നല്ല ഭാര്യ അമ്മയാണെന്നും എനിക്കറിയാം. പക്ഷേ ബാലന്റെ മനസ്സിൽ വഴക്കിട്ട് അവനെ പ്രാഗി പടിയിറങ്ങി പോയവളാ നീ. അതൊക്കെ അന്നങ്ങനെ സംഭവിച്ചു പോയതല്ലേ അപ്പച്ചമ്മ. ഇപ്പൊ ഞാനും മോളും ഒപ്പം ഉണ്ടെന്നറിഞ്ഞ ബാലേട്ടന് ജീവിക്കാനുള്ള ആഗ്രഹം കൂടുകയുള്ളൂ. ICUവിൽ കയറി ഞാൻ കണ്ടപ്പോഴും ബാലേട്ടൻ എന്നോട് ദേഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും മോൾ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആദ്യം അവനോട് പറയണ്ട. അത് കഴിഞ്ഞ് അവളെ കാണിക്കുന്നതാ നല്ലത്. ശരി, അങ്ങനെങ്കിൽ അങ്ങനെ ആവട്ടെ. മോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല. പക്ഷേ ബാലേട്ടനെ കണ്ടിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരും. എന്റെ കുഞ്ഞിനെ പിരിഞ്ഞൊരു രാത്രി പോലും കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പച്ചമ്മ. ഈശ്വര, സ്വന്തം കുഞ്ഞാണെന്ന് കരുതി തന്നെയാണ് അവള് സ്നേഹിക്കുന്നത്. കുട്ടിമണി അസുഖം മാറി തിരിച്ചു വരുമ്പം ഞാൻ അവളോട് എന്ത് പറയും? പേഷ്യന്റിന്റെ ശരീരം അധികം ഇളകാതെ ശ്രദ്ധിക്കണം. ഡോക്ടർ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് സിസ്റ്ററെ, ഞാൻ നോക്കിക്കോളാം. ശരി. എത്ര നന്നായിട്ട് ജീവിച്ചാരാ ബാലേട്ടൻ നമ്മള്. വയലോരം വീട്ടിലെ കുട്ടികളെ കണ്ടുപഠിക്കാനല്ലേ എല്ലാവരും പറഞ്ഞിരുന്നത്. എന്തു പ്രശ്നം വന്നാലും ഒരുമിച്ച് നേരിട്ടിട്ടില്ലേ നമ്മള്. എന്നിട്ടും എന്റെ ബാലേട്ടനത് എങ്ങനെ തോന്നി സ്വന്തം ശവത്തെ അണിയിക്കാനുള്ള വസ്ത്രം വരെ എടുത്തു വെച്ചിട്ടും സ്വയം അവസാനിപ്പിക്കാൻ? ബാലേട്ടൻ ഇല്ലാതായാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണോ ബാലേട്ടൻ കരുതിയത്? അതോ ഉള്ള പ്രശ്നങ്ങളുടെ പുറത്ത് ഈ രവിയുടെ മേൽ ബാലേട്ടന്റെ പ്രശ്നങ്ങൾ ഇരുന്നോട്ടെന്നാണോ? ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൽ സ്വന്തം ജീവിതം കിണറ്റിലേക്കോ ആറ്റിലേക്കോ ട്രെയിനിന് മുന്നിലേക്കോ എടുത്തറിയാൻ ആർക്കും പറ്റും ബാലേട്ട. ഒരു തുള്ളി വിഷത്തിലോ ഒരു മുഴം കയറിലോ എല്ലാം അവസാനിപ്പിക്കാൻ
ഏത് ഭീരുവിനും പറ്റും ബാലേട്ട. പക്ഷേ വിഷപ്പാമ്പുകൾ കള്ളിമുള്ളുകൾ നിറഞ്ഞ ജീവിതം നടന്നു തീർക്കാനാ ബുദ്ധിമുട്ട്. ഒന്ന് ചോദിച്ചോട്ടെ ബാലേട്ട, ബാലേട്ടന്റെ സ്ഥാനത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഞാനായിരുന്നെങ്കിലോ? ചങ്ക് പൊട്ടി ചാവില്ലായിരുന്നു ബാലേട്ടൻ. ഇത്രയും നാളെ നെഞ്ചുരുകി തന്നെയാ ഞാൻ ഐശ്വര്യ മുമ്പിൽ തപസ്സിരുന്നത്. എന്റെ ബാലേട്ടന്റെ ജീവന് വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. നീ സങ്കടപ്പെടുന്നേ, പറ്റിപ്പോയി. ബാലേട്ടനോട് പൊറുക്ക്. ഇല്ല, ഇനി ഞാൻ സങ്കടപ്പെടില്ല ബാലേട്ട. ബാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ, അത് മതി ബാലേട്ട. സീത, അവള് സീതയെടുത്തി തിരിച്ചു വന്നു ബാലേട്ട. ഐസിലു ഒന്ന് ബാലേട്ടനെ കാണാറുണ്ടായിരുന്നല്ലോ സീതയെടുത്തി. ഉണ്ട് ഉണ്ട്, പക്ഷെ കുഞ്ഞില്ലാതെ അവളങ്ങനെ തിരിച്ചു വന്നു. ബാലേട്ടനെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സീതയെടുത്തിയും കുഞ്ഞും ഇനി എന്നും ബാലേട്ടന്റെ ഒപ്പം ഉണ്ടാവും. കുഞ്ഞു വന്നോ? അതെ. ബാലേട്ടൻ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതറിഞ്ഞ് സിജൻ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നതാണ്. അക്കാര്യം സീതയെടുത്തോട് പറയുകയും ചെയ്തു. വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് സ്വന്തം വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് സീതയെടുത്തി തിരിച്ചു വന്നത് സിജന്റെ ആ ത്യാഗം കാരണമാണ്. എന്നിട്ട് സിജനും കുട്ടിമണി എവിടെ? അവരും വയനാട് വീട്ടിലുണ്ടോ? ഇല്ല ബാലേട്ട, അവര് കുട്ടിമണിയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നിടത്താ. എനിക്ക് സിജനെ ഒന്ന് കാണണം. എന്തിന് കാണണം? ഒന്ന് വരാൻ പറ, കണ്ടേ പറ്റൂ. കുഞ്ഞിനെ ഏൽപ്പിച്ച് പോയതിനു ശേഷം സിജന്റെ ഒരു വിവരവും ഇല്ല ബാലേട്ട. ഞാൻ വിളിക്കുമ്പോഴൊക്കെ മൊബൈൽ സ്വിച്ച് ഓഫാ. വീണ്ടും വിളിക്ക്, കിട്ടും. വിളിക്കാം. തൽക്കാലം ബാലേട്ടൻ അതേക്കുറിച്ച് ഒന്നും ഓർക്കണ്ട. സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. സീതയെടുത്തിയും കുഞ്ഞുമൊത്ത് ഒരു പുതിയ ജീവിതം തുടങ്ങണ്ടേ? അപ്പോഴേക്കും കുട്ടിമണിയും മിടുക്കിയാവും. സിജനും അവളും കൂടി എത്തിയാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ബാലേട്ട. സിജനെയും കുഞ്ഞിനെയും പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് കുട്ടിമണിയെന്ന് തൽക്കാലം ഞാൻ മറച്ചു വയ്ക്കും ബാലേട്ട. ആ സത്യം താങ്ങാനുള്ള കരുത്ത് ബാലേട്ടൻ ഉണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ട് മാത്രം. എന്റെ ഒരു കഷ്ടമാണ് ഇത്. പുറത്തോട്ട് ഇറങ്ങി അവനെ കാണും, മാജിക് കാണിക്കാൻ കിരിക്ക് കാണിക്കാന്ന് പറഞ്ഞു. എന്റെ ഒരു കഷ്ടമാണ്, സഹിക്കാൻ വയ്യ. ഇങ്ങനെയൊന്നും പറയില്ലേ കുട്ടിമണി. കുട്ടിമണിയുടെ ഭർത്താവല്ലേ അത്? അല്ല, അയാൾ എനിക്ക് അറിയത്തില്ല, സത്യ. കുട്ടിമണി പറയുന്നത് പോലെ അയാള് കുട്ടിമണിയുടെ ഭർത്താവ് ആവല്ലേന്ന് എന്റെ പ്രാർത്ഥന. കുട്ടിമണി കല്യാണം കഴിച്ചതാവല്ലേന്നും. അതങ്ങനെയാ കുട്ടിമണി. കൂടുതൽ വിശദീകരിച്ചാലും ഇപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ല. ഒക്കെ ഞാൻ പിന്നീട് പറയാം. പിന്നെ പറയണം കേട്ടോ. എന്നാലും സഹിക്കാൻ വയ്യ എന്റെ അപ്പോ. എനിക്ക് പറ്റൂലേ ഇങ്ങനെ മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട്. എക്സ്ക്യൂസ് മീ, ഒന്ന് പുറത്തു പോകാൻ പറ്റുമോ? ഗംഗക്കുട്ടി പിന്നെ വന്നു രാക്ഷസൻ. ഗംഗേ, ഞാനൊരു പുതിയ മാജിക് കാണിക്കാനാ വന്നത്. അതിനാ ഈ പ്ലാസ്റ്റിക് കവർ. ഇതിപ്പോ അതിമനോഹരമായൊരു പട്ടുസാരിയെ മാറുന്നത് ഞാൻ കാണിച്ചു തരാം. അല്ല നിന്നെ ഞാൻ മൂക്കി പഞ്ഞു വെച്ച് കടത്തും. കാണാം. ഗംഗക്കുട്ടി, എന്റെ ദൈവമേ, കുട്ടിമണിയുടെ പഴയ പേടിയൊക്കെ മാറിയല്ലോ. നല്ല ധൈര്യം. രാവില എന്തിനാ പേടിച്ചെന്നെ? ധൈര്യം വേണ്ട, ധൈര്യം. ധൈര്യം വേണം. ധൈര്യം ധൈര്യം വേണം. ധൈര്യം ഇതുവഴിയാണ് വരുന്നത് കേട്ടാ. ഇത്രയും ധൈര്യം, ഇത്രയും ധൈര്യം. മൂക്കിടിച്ച് ഞാൻ ചമ്മന്തിയാണ്. എന്തായി? പ്ലാസ്റ്റിക് കവർ പട്ടുസാരി ആക്കിയോ? നടന്നില്ലേ മേഡം? ആ കുട്ടി എന്നെ അവിടെ നിർത്തുന്ന പോലുമില്ല. നിർത്തില്ല. തന്നെ കൊണ്ടൊരു വകയ്ക്കും കൊള്ളില്ലെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ഒരു മാജിക്കും കൊണ്ടിറങ്ങി ഭാര്യയെ വശീകരിക്കാൻ നടക്കുന്നു. താൻ ഒറിജിനൽ ഭർത്താവാണോന്ന് ആ രാഹുലനിപ്പോ വീണ്ടും സംശയമായി കാണും.
തന്റെ മാജിക് ഒക്കെ ചീറ്റിയ സ്ഥിതിക്ക് ഇനി എന്താ പ്ലാൻ? അവിടെ ചീറ്റിയ മാജിക് ഞാൻ ഇവിടെ കാണിച്ചാലോ? പ്ലാസ്റ്റിക് കവർ പട്ടുസാരി ആക്കട്ടെ. പട്ടുസാരി ആക്കണ്ട, പട്ടാക്കിയാ മതി. തന്നെ പട്ടടയിലോട്ട് എടുക്കുമ്പോ പുതപ്പിക്കാനായിട്ട് ഇറങ്ങി പോടോ അവിടുന്ന്. പോയെ. അപ്പൊ ഇന്നത്തെ പേയ്മെന്റ്? ഓ, പേയ്മെന്റും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഇറങ്ങി പോടോ. അങ്ങനെ പറയല്ലേ മാഡം, വയറ്റിപ്പഴപ്പാ. വയറ്റിപ്പഴപ്പാണെങ്കി ജോലി ചെയ്തിട്ട് വേണം കൂലി ചോദിക്കാൻ. താൻ ജോലി ചെയ്തില്ലല്ലോ, പകരം കഴിവില്ലാത്തവനാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചു. അതിന് ഞാൻ എണ്ണി തന്നോടോ തനിക്ക് കാശ്? എങ്കിൽ എനിക്ക് ഒരു അവസരം കൂടി തരണം. ഒരു രാത്രി ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പ്രയോഗിക്കാനായി ഒരു തന്ത്രം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് തന്ത്രം? അതൊന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല. പക്ഷേ ആ തന്ത്രത്തിൽ അവൾ വീഴ്ത്തും ഞാൻ. ഇതാണ്, ഈ ഭാവമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ മാജിക്കും കോമാളിത്തരമൊന്നും അല്ല. ഇപ്പോഴാ തനിക്കതിന്റെ ഒരു റൂട്ട് പിടികിട്ടിയത് അല്ലേ? എങ്കിൽ പിന്നെ ഞാൻ എന്റെ റൂമിലേക്ക് പോവുക. നമുക്ക് നാളെ രാവിലെ കാണാം. ശരി. മതി, നീ എന്തിനാ വെറുതെ അയാളോട് ദേഷ്യപ്പെട്ടത്? രാഹുലിനെ അടിച്ചയാളെ കുട്ടിമണി എന്നേക്കുമായി വെറുക്കുമെന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? അതിനല്ലായിരുന്നോ ഇവനെ വെച്ചുള്ള പരീക്ഷണം? ഞാനത് മനഃപൂർവ്വം ചെയ്തതാമേ. ഇപ്പോ ആളിത്തിരി ഗൗരവത്തിലായത് കണ്ടില്ല. അങ്ങനൊരു ട്രാക്കും വർക്ക് ചെയ്ത് നോക്കട്ടെ. അതിനോടുള്ള കുട്ടിമണിയുടെ റിയാക്ഷനും അറിയാലോ. ജയിലിൽ നിന്നിറങ്ങുന്ന മനസ്സുജൻ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇവിടെ അവൻ കാണേണ്ടത് കുട്ടിമണിയും രാഹുലനും തമ്മിലുള്ള പ്രണയമായിരിക്കണം. പല രീതിയിലും റിയാക്ട് ചെയ്തേക്കാം. അപ്പോഴൊക്കെ കുട്ടിമണി അവനെ കൂടുതൽ അകറ്റണം. ഇനി വരാൻ പോകുന്ന കഥ കുട്ടിമണിയും മനസ്സുജനും തമ്മിലുള്ള ശത്രുതയുടേതാണ്. എന്റെ അഭിനയ മികവ് നീയൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ വരും എനിക്ക് അറിയാൻ പാടില്ല. നിന്നെ പ്രതീക്ഷിച്ച് തന്നെടാ വാതിലിന്റെ കുറ്റി ഞാൻ വളച്ചു വെച്ചത്. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താ എന്താ ഇവിടെ നടക്കുന്നത്? ഇവനുണ്ടല്ലോ ഇവൻ. എടാ കള. ഇവനുണ്ടല്ലോ ഇവൻ. ഈ ചെറ്റ എന്റെ ഭാര്യയെ കയറി പിടിച്ചു. ഞാനല്ല ഇവനാ. നടക്കണം അങ്ങോട്ട്. നിന്റെ എവിടത്തെ പോർത്തി ഇന്നത്തോളം മതിയടാ.
അവിടെ. പോടി അങ്ങോട്ട്. ഡീ, നടക്കടി അങ്ങോട്ട്. അടങ്ങി കിടന്നോളൂ ഇവിടെ. ഇനി ഈ വീടിന്റെ ഏരിയയിൽ നിന്നെ കണ്ടുപോകരുത്. എന്നോടാ നിന്റെ കളി? ഹ, ആ, ഹ, അവൻ ജീവനും കൊണ്ട് പോയി മാഡം. കുട്ടിമണിയെ കയറി പിടിച്ചത് അവനല്ലെന്നും നീയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. കയറി പിടിക്കാൻ അവൻ ഇതിനു മുമ്പ് അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. എന്നിട്ടും നിന്നെ ഞാൻ തടഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? ഒരാവേശത്തിന്റെ പുറത്ത് അവൻ 50,000 രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തെങ്കിലും അത് കൊടുക്കാൻ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. കൊടുക്കാൻ ഉദ്ദേശവും ഇല്ല. പറയടാ, പറ. ഈ വീട്ടിൽ വെച്ച് അവൾ ആക്രമിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അത് പിന്നെ ഞാൻ റൂട്ടൊന്ന് മാറ്റി പിടിച്ചതാ. മാജിക്കും തമാശയൊക്കെ മാറ്റി നിർത്തി ഒരു സീരിയസ് അപ്രോച്ച്. പെണ്ണിന്റെ നേരെ നിനക്കൊക്കെ പ്രയോഗിക്കാൻ എന്നുള്ള സീരിയസ് അപ്രോച്ച് ഇത് തന്നെ. ശരീരത്തിന് നേർക്കുള്ള കടന്നുകയറ്റം. അമ്മയായാലും പെങ്ങളായാലും മകളായാലും നിനക്ക് അവൾ ആക്രമിക്കാനുള്ള ഒരു ഇര മാത്രമാണ് അല്ലടാ. ഇനി നിനക്ക് എന്റെ മുമ്പിൽ സ്ഥാനമില്ല. കടക്ക് പുറത്ത് ഇറങ്ങി പോവാനാ പറഞ്ഞത്. അങ്ങനെ ആവശ്യം കഴിഞ്ഞ് എന്നെ വലിച്ചെറിയാന്ന് നിങ്ങൾ കരുതണ്ട. പോകുന്നതിന് മുമ്പ് ഒക്കെ നിങ്ങളുടെ നാടകമായിരുന്നുവെന്ന് കുട്ടിമണിയോട് പറഞ്ഞിട്ടേ ഞാൻ പോകും. എന്നാ ചെല്ലടാ അവളുടെ അടുത്തേക്ക്. അല്ലെങ്കിൽ വേണ്ട, അവളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ടൊരു കൊച്ചു പിച്ചാത്തിയും കൂടി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്താ നിന്നെ കുത്തി കീറും അവള്. എന്നിട്ടവൻ ഭീഷണിപ്പെടുത്തുന്നു ഈ എന്നെ. അതിനൊന്നും വളർന്നിട്ടില്ല നീ. ഇറങ്ങി പോടാ പോ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. 50,000 കൊടുക്കാനുള്ളവനെ എന്നെ കൊണ്ട് പുറത്താക്കിപ്പിച്ചു. ഇനി അതേ പേരിൽ എന്നെയും പുറത്താക്കിയാൽ നിങ്ങൾക്ക് നയാ പൈസയുടെ ചെലവില്ലല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി കൂടുതൽ വർത്താനൊന്നും വേണ്ട. നമ്മൾ തമ്മിൽ ഇനി കാണില്ല. പോ. റൂമിൽ എന്റെ ഒരു ജോഡി ഡ്രസ് ഇരിപ്പുണ്ട്. അത് ഞാൻ എടുത്തോട്ടെ? എടുത്തു തരും. താൻ ഇവിടെ തന്നെ നിന്നാ മതി. ശീലാവതി. ഓ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ മാഡം? റൂമിലിരിക്കുന്ന ഇയാളുടെ ഡ്രസ് എടുത്തോണ്ട് കൊടുക്ക്. എന്തിനാ മാഡം? പോയി എടുത്തോണ്ട് വാ നിങ്ങള്. അങ്ങനെ മര്യാദക്ക് പറ. ആ പൊട്ടി പിശാചെന്റെ ദേഹം മുഴുവൻ മാന്തി പൊളിച്ചു. ഞാൻ റൂം പുറത്തുനിന്ന് പൂട്ടി. അവിടെ കിടക്കട്ടെ അസത്ത്. അല്ല, ഇയാളെന്താ ഇവിടെ നിൽക്കുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവിന്റെ റോള് കഴിഞ്ഞു. പിന്നെ ഇതിനകത്തേക്ക് കയറ്റുന്നത്. ഇന്നാ നിന്റെ ബാഗ്. ബാത്റൂമിൽ തോർത്ത് വിരിച്ചിരുന്നു. ഒക്കെ എടുത്തിട്ടുണ്ട്. സ്ഥലം വിട്, സ്ഥലം വിട്. ഒരു പഞ്ച് ഡയലോഗ് പോലും പറയാതെ അവനങ്ങ് പോയല്ലോ. പഞ്ച് ഡയലോഗ് അടിച്ചാലേ അവന്റെ മൂക്കിന് തന്നെ കിട്ടും എന്റെ പഞ്ചെന്ന് അവന് ശരിക്കും മനസ്സിലായി. ശീലാവതി അകത്തു പോ. ഓ മോളെ, ആ രാഹുലൻ പോയാൽ നിന്റെ പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ആവും? കുട്ടിമണി അവനെ കാണാതെ കരഞ്ഞു നിലവിളിക്കുക. അവനെ കാണാതെ കഴിയാൻ കുട്ടിമണിക്കാവില്ല മാഡം. അവനെന്ന് വെച്ചാ അവക്ക് ജീവനാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാതെ പോയി കിടന്ന് ഉറങ്ങുകളെ. കടന്നു പോവാൻ. കാര്യം കഴിഞ്ഞപ്പോ നമ്മളെ വേണ്ടതാ. മനസ്സിജൻ വരുമ്പോ അവനിവിടെ ഉണ്ടാവണ്ടേ? എന്നാലല്ലേ മനസ്സിജനെയും കുട്ടിമണിയെയും തമ്മിൽ തെറ്റിക്കാൻ പറ്റൂ. രാഹുലൻ എങ്ങും പോകില്ലമ്മേ. അവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു ചെറിയ മഞ്ഞുതുള്ളി വീണ് കഴിഞ്ഞു. മാണിക്യമംഗലത്തിന്റെ പരിസരത്ത് തന്നെ അവൻ ഉണ്ടാവും. ഈ പൊട്ടിമണിയുടെ ആ പൊട്ടക്കുട്ടൻ. ആത്മാർത്ഥ പ്രണയത്തിന് മാസാമാസം ഞാനെന്തിനാ ശമ്പളം കൊടുക്കുന്നത്? ഈ സ്റ്റേജിലൊരു വിരഹം നല്ലതാണ്. കൊട്ടാരത്തിലുള്ള രാജകുമാരിയെ പ്രണയിച്ച് തെരുവിൽ കഴിയുന്ന കാമുകൻ. കൊറേ ദിവസം അവൻ മാനസമയന പാടി ജീവിക്കട്ടെ.
അത് കഴിഞ്ഞ് നമുക്ക് അകത്ത് കയറ്റാം. 10 പൈസ പോലും കൊടുക്കില്ല എന്നുള്ള കണ്ടീഷനിൽ. കൊള്ളാം മോളെ, നല്ല ബുദ്ധി. പശുവിന്റെ ചൊറിച്ചിലും കാക്കയുടെ വിശപ്പും ഒരുമിച്ച് മാറും. ഇതാണല്ലേ പരിപാടി. ശരിയാക്കി തരാം. ഇവിടെ ഇത്രയൊക്കെ ആയില്ലേ, ഇനി ബാക്കി അമ്മ ഡീൽ ചെയ്താൽ മതി. നാളെ മതികലയുടെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറും. ലൊക്കേഷനും ഷിഫ്റ്റ് ചെയ്യും. മാണിക്യമംഗലത്തിന് എന്റെ ഗസ്റ്റ് അപ്പിയറൻസെ പ്രതീക്ഷിക്കാവൂ. നീ എവിടെ പോകുന്നു? നമുക്കെന്റെ റൂമിലിരുന്ന് സംസാരിക്കും. അല്ലെങ്കിൽ ആ നശൂല ശീലാവതി ഉണ്ടല്ലോ, അവര് കേക്കും. അതിന് ശീലാവതി ഉറങ്ങാൻ പോയില്ലേ? എവിടുന്ന്? ഒളിഞ്ഞു നിപ്പുണ്ടാവും ഇവിടെ എവിടെയെങ്കിലും. ആ ശവം. ശവം നിന്റെ തലയാടി കൊലയാടി. നല്ല ഒന്നാം തരം പണി നിനക്കൊക്കെ ഇട്ട് ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആളെ അയക്കാന്നാ ഞാൻ ഫോണിലൂടെ പറഞ്ഞത്. ഒക്കെ ഏറ്റണ്ണ, നമ്മുടെ പണിയെടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ആ, പല പണികളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിനിത്തിരി പ്രാധാന്യം കൂടുതലാ ചന്തു. ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനാ എന്റെ ശ്രമം. അതിന് സീത പ്രസവിച്ച കുഞ്ഞിനെ എനിക്ക് കൂടിയേ തീരൂ. അറിയാണ, ധൈര്യമായിട്ടിരിക്കെ, നമ്മളില്ലേ കൂടെ. ആ, ചെല്ലു. ജീവിതത്തിൽ ഈ ഗീവർഗീസ് നേരും നിറയും ഇല്ലാത്തവനാണെങ്കിലും കച്ചവട കാര്യത്തിൽ അങ്ങനൊന്നുമല്ല. സംഗതി ഞാൻ ഏറ്റു എന്ന് ഞാൻ പറഞ്ഞ അതിനർത്ഥം കാര്യം നടന്നു കഴിഞ്ഞെന്നാ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. മുഴുവണ്ടല്ലോ. ഉണ്ട്. അപ്പോഴേ കാര്യം ശരിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. പിന്നെ ഇത് ടോക്കൺ അഡ്വാൻസ് ആയിട്ടുള്ളൂ. അറിയാന്ന്, ബാക്കി ഞാൻ ഉടനെ എത്തിക്കാം. ഗീവർഗീസ് അച്ചായനല്ലേ? അതെ, ഞാൻ കിഡ്നിയുടെ കാര്യം പറഞ്ഞ് വിളിച്ചിരുന്നു. ഓ, മനസ്സിലായി. ഓ നെഗറ്റീവ് കിഡ്നി അല്ലേ? ആ, പതുക്കെ ആരെങ്കിലും കേൾക്കും. ഓ, കേട്ടാലെന്നതാ. ഇത് നമ്മുടെ സ്വന്തം സ്ഥലം തന്നെയാ. പിന്നെ കിഡ്നിയല്ല, തലച്ചോറ് വേണമെങ്കിൽ ഈ അച്ചായൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. കാശ് തന്നാ കിഡ്നി കിട്ടിയെന്ന് തന്നെ കരുതിക്കോ. വേറെ ആരുടെ ശരിയായില്ലെങ്കിൽ ഈ ഗീവർഗീസ് സ്വന്തം കിഡ്നി ഉരുത്തരും. അതാ പറഞ്ഞ വാക്കിന്റെ പേര്. അപ്പൊ അച്ചായൻ ഓ നെഗറ്റീവ് ആണല്ലേ? അറിഞ്ഞിട്ടെന്നാ എന്റെ കിഡ്നി ഊരിയെടുക്കാനാണോ? ഏയ് അല്ലല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് ഈ കച്ചവടത്തിൽ 2 ലക്ഷം രൂപ കിട്ടും. പണം ഒരു പ്രശ്നമല്ല. ഈ കിഡ്നി ഒരു പ്രശ്നമല്ല. ഓ നെഗറ്റീവുകാരനെ കണ്ടെത്തി സംസാരിച്ച് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ പേപ്പേഴ്സൊക്കെ നിങ്ങൾ എന്നെ ശരിയാക്കിക്കോണം. ഏറ്റു. അച്ചായനൊന്ന് വാ, സാറ് കാരണത്തിരിപ്പുണ്ട്, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അഡ്വാൻസ് റെഡിയാ. ടോക്കണാണോ? ഏയ്, 1 ലക്ഷം രൂപ കയ്യിലോട്ട് വെച്ചേരും ഇപ്പൊ തന്നെ. കൊള്ളാണ്. പിന്നെ അച്ഛൻ വാ, വാന്നേ. എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അതേടാ, ഒന്ന് പുതുക്കാൻ വന്നതാ. മാത്രമല്ലടാ, ചതിക്കുന്ന ചന്തും കൂടെ. എന്തിനാണ് കൈ പിടിച്ച് കെട്ടുന്നത്? അത് നിന്റെ വായും കൂടെ കെട്ടുമ്പോ നിനക്ക് മനസ്സിലാവും. ഇറങ്ങി പാടാ ഇങ്ങോട്ട്. താഴെ കിടന്നുണ്ടല്ല ഈ ഒരു സെറ്റപ്പിന്റെ കാഴ്ച എങ്ങനെ ഉണ്ടാ? എന്താ വേണ്ടേ? കിഡ്നി വേണമെന്ന് പറഞ്ഞ് എന്തിനാ കിഡ്നാപ്പ് ചെയ്തോണ്ട്? ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. താഴെ കിടന്ന് നോക്കുമ്പോ എങ്ങനുണ്ട് ഈ പാറമടാ? പറയണം. കണ്ടിട്ട് പേടിയാവുന്നു. എന്നാ പിന്നെ നമുക്കിതാ മലയുടെ മുകളിലേക്ക് കയറിയാലോ? അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അങ്ങോട്ട് നിന്നെ ഞാൻ കേറ്റാം. അങ്ങ് മുകളിൽ ചെന്നിട്ട് താഴോട്ട് നീ തനിയെ പോന്നാ മതി. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ പവറും കൂടും. ആ മലയുടെ മുകളിൽ നിന്ന് വീണാ പിന്നെ തുന്നി കെട്ടിയിട്ട് നിന്നെ തെമ്മാടിക്കുഴി അടക്കാൻ പറ്റൂ. എങ്കിൽ പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മണിയായി ഉത്തരം പറയണം. പറയോ? പറയാം.
ഓരോ ചോദ്യത്തിന് മുമ്പും ഓരോ ഇടി. അതായിരിക്കും ഇന്നത്തെ എന്റെ രീതി. എന്നാ പിന്നെ തുടങ്ങട്ടെ അച്ചായ. ഇടി വേണ്ട, ചോദ്യം മാത്രം മതി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് താനും പൈതൽ മേരി കൂടെ കൊണ്ടുപോയ കുഞ്ഞവിടെ. ഞാൻ പറഞ്ഞുതരാം. ആ കൊച്ചിന്റെ പേരിൽ ഞാൻ ഈടി കൊള്ളാൻ ബാക്കിയില്ല. പൈതൽ മേരിക്ക് വളർത്താൻ പറ്റുന്ന സാഹചര്യം വന്നപ്പോ ഞാൻ അതിനെ വിറ്റു സാറേ. ആർക്കടാ നീ അതിനെ വിറ്റത്? മക്കളില്ലാത്തൊരു സാറിന. മക്കളില്ലാത്ത സാറിന് പേരില്ലടാ. ഞാനെല്ലാം പറയാം, ഇനി അടിക്കരുത്, ഞാൻ ചത്തു. ഇടി വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതെ എല്ലാം വിശദമായിട്ട് അങ്ങ് പറഞ്ഞോ. വാങ്ങിച്ച പാർട്ടിയുടെ പേരും വിവരമൊന്നും എനിക്ക് അറിയില്ല സാറേ. ഇത്തരം ഇടപാടുകൾ അതൊന്നും ആരും സൂക്ഷിച്ചു വെക്കാറുമില്ല. നല്ലൊരു തുക വാങ്ങി ഞാൻ കൊച്ചിനെ അങ്ങ് കൊടുത്തു. അന്ന് ആ സാറിന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചിരുന്നു. പിന്നീട് കൊച്ചിന് സുഖമാണെന്നറിയാൻ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ആ നമ്പർ നിലവിലില്ലെന്നാ പറഞ്ഞു. കൊച്ചിന് സുഖമാണെന്ന് അറിയാനാണോ അതോ പിന്നെയും വിലപേശി കാശ് വാങ്ങാനാണോ നീ അവരെ വിളിച്ചത്? കാശ് വാങ്ങാനായിരുന്നു സാറേ. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വിളിച്ചു. പക്ഷെ അപ്പോഴൊക്കെ നമ്പർ നിലവിലില്ലെന്നാ പറഞ്ഞ. അവര് മൂന്നാറുകാരാണെന്ന് അറിയാം സാറേ, ക്രിസ്ത്യാനികളുമാണ്. ഇനി ചോദ്യം കൂടെ വേണ്ട സാറേ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരവ് ഞാൻ തന്നെ പറയാം. അണ്ണൻ ചോദിച്ചാലല്ലേ ചോദ്യം ഏതാണെന്നറിയാൻ പറ്റൂ. അടുത്ത ചോദ്യം, അവര് മൂന്നാറുകാരാണെന്ന് എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? ശരിയല്ലേ സാറേ? ശരിയാടാ. ആ സാറിന്റെ ഫോൺ വരുമ്പോ ഞാനില്ലാത്തോണ്ട് മൂന്നാറിലെ കാര്യം മൊത്തം കുടഞ്ഞു മറിഞ്ഞ് കിടക്കണമെന്ന് പറയുന്ന കേട്ടു. കൊച്ചിനുടനെ മാമോദീസ മുക്കണമെന്ന് ആ സാറ് പറയുമ്പോ ഞാൻ കേട്ടു. അങ്ങനെ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായത്. മൂന്നാറുകാരായ ക്രിസ്ത്യാനികൾ മാമോദീസ. അവിടെ നമുക്ക് ആളുണ്ടല്ലോ അണ്ണാ, അന്വേഷിക്കാൻ പറയട്ടെ? വേണ്ട, മറ്റാരും അന്വേഷിച്ചാൽ ശരിയാവില്ല. നമ്മൾ തന്നെ പോണം. ഇന്ന് തന്നെ വിട്ടാലോ? ധൃതി പിടിക്കണ്ട ചന്തു. അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ കുഞ്ഞ് സീതയുടെതാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. അത് ഞാൻ സംഘടിപ്പിച്ചാ സാർ. തന്റെ സഹായമല്ല ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ അറിയാം. പക്ഷേ ഇനിയുള്ള ഞങ്ങളുടെ യാത്രയിൽ നീയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും. എന്തിനാ? വേണം. അച്ഛനെന്താ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വന്നോളാം. കാറ് കയറട്ടെ. എന്നാ നടക്കടാ.